Yeah, the basis on which we have established our churches is the new covenant. നമ്മുടെ പ്രാദേശിക സഭകൾ ഉടലെടുത്തതും തുടരുന്നതും ദൈവവചനത്തിൽ പുതിയ ഉടമ്പടി എന്നുദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Most churches are based on the old covenant. മിക്ക ലോകത്തിലെ ക്രിസ്തീയ നാമമുള്ള സഭകളും പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും വ്യവസ്ഥയിലുമാണ് നിലകൊള്ളുന്നത്. One of the big differences between the old covenant and the new covenant is this. പഴയ ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യത്യാസം ഇതാണ്. I want you to understand that. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അത് വ്യക്തമായി മനസ്സിലാക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. Here is a verse from the old covenant in Psalm 103. 103-ാമത്തെ സങ്കീർത്തനത്തിൽ, അതാ പഴയ നിയമത്തിലെ ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നാം വായിക്കുന്നു. We are familiar with this verse, bless the Lord, O my soul, and forget not all his benefits, in verse 2. രണ്ടാമത്തെ വാക്യത്തിൽ നാം പരിചിതമായിരിക്കുന്ന ഒരു വചനം വായിക്കുന്നുണ്ട്. എൻ മനമേ പോയി വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. What are his benefits? ദൈവത്തിന്റെ ഉപകാരങ്ങൾ, അവന്റെ നന്മകൾ എന്തൊക്കെയാണ്? Number 1. ഒന്നാമത്തെ കാര്യമായി നാം വായിക്കുന്നത്, he forgives or pardons all your iniquities. അവൻ നിന്റെ അകൃത്യം, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നവനാണ്. This is 1000 years before Christ. യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 1000 വർഷം മുൻപ് എഴുതപ്പെട്ട ദൈവവചനമാണ്. That God forgives all the sins of people. മനുഷ്യരുടെ സകല പാപങ്ങളെയും ദൈവം ക്ഷമിക്കുന്നു എന്നുള്ള സന്ദേശം. But in the new covenant, എന്നാൽ പുതിയ നിയമത്തിൽ we read that Jesus brought grace. എന്നാൽ പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നാം കാണുന്നത് കൃപ എന്ന് പറയുന്ന ഒരു കാര്യം യേശു കൊണ്ടുവന്നുവെന്നാണ്. John 1:17. യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കൃപ സത്യവും കൂടെ യേശു മുഖാന്തരം വന്നു. The law was given through Moses, but grace and truth came through Jesus Christ. ന്യായപ്രമാണം കൊണ്ടുവന്നത് മോശയാണ്, എന്നാൽ യേശുക്രിസ്തു മുഖാന്തരമാണ് കൃപ ലോകത്തിലേക്ക് വന്നതെന്നാണ് നാം അവിടെ വായിക്കുന്നത്. So there was no grace on earth before Jesus Christ came. യേശുക്രിസ്തു വരുന്നതിന് മുൻപേ കൃപ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. There was mercy but no grace. ദൈവത്തിന്റെ കരുണ മനുഷ്യർക്ക് ലഭ്യമായിരുന്നു, എന്നാൽ കൃപ എന്ന് പറയുന്ന ഒന്ന് അതുവരെ മനുഷ്യവർഗം അറിഞ്ഞിരുന്നില്ല. There is one of the Psalms where about 10 or 12 times it says his mercy endures forever. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അനേക തവണ ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. But they did not have grace. എന്നാൽ ആ പഴയ നിയമ കാലഘട്ടത്തിൽ കൃപ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. Now grace is a very big thing. കൃപ എന്ന് പറഞ്ഞാൽ വളരെ വിശാല അർത്ഥമുള്ള ഒരു വലിയ കാര്യമാണ്. And it says here in verse 16 that we can get grace upon grace. പിന്നെ യോഹന്നാൻ സുവിശേഷം 1-ാം 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമുക്ക് കേവലം കൃപ ലഭിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിലൂടെ കൃപയുടെ മേൽ കൃപ നമുക്ക് ലഭിക്കാൻ കഴിയും. From the fullness of grace there is in Jesus, we can get grace upon grace upon grace endlessly. ദൈവത്തിനായിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയുടെ മേൽ കൃപ, അതിന്റെ മേൽ കൃപ, ഇങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. So how do we know that we have got grace? നമുക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്? First of all, we read in Ephesians in chapter 1. എഫേസ്യരുടെ 1-ാം അധ്യായത്തിൽ ഒന്നാമതായിട്ട് നാം കാണുന്ന ഒരു കാര്യമുണ്ട്.
Ephesians chapter 1 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം and verse 7. 7-ാം വാക്യം. യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. Further. According to the riches of his grace. I don't know which verse it is there. അതിന്റെ അടുത്ത വാചകത്തിലാണ് ഇങ്ങനെ വായിക്കുന്നത്. അത് അതിക്രമങ്ങളുടെ മോചനം എന്ന ആ വീണ്ടെടുപ്പ് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപയുടെ ധനപ്രകാരം എന്നെഴുതിയിരിക്കുന്നു. So, from the riches of his grace, the first thing we get is the forgiveness of our sins. ദൈവത്തിന്റെ കൃപയുടെ ആ വലിയ സമ്പത്തിൽ നിന്ന്, ആ വലിയ നിറവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം പാപമോചനമാണ്, ക്ഷമയാണ്. And the forgiveness of our sins is a little more than what David got in Psalm 103. 103-ാം സങ്കീർത്തനം എഴുതിയ ദാവീദിന് ലഭിച്ച പാപക്ഷമയെക്കാളും ഒരു പടി കൂടി കടന്ന അനുഭവത്തിലുള്ളതായിരിക്കുന്ന പാപക്ഷമയാണ് ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യക്തിക്ക് ലഭിക്കുന്നത്. Because in the new covenant the Lord says, not only I will forgive your sins, but I will remember them no more. പുതിയ ഉടമ്പടിയുടെ കീഴില് കർത്താവ് ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ അകൃത്യത്തെ ഇനി ഓർക്കുകയുമില്ല എന്നാണ്. ക്ഷമിക്കുമെന്ന് മാത്രമല്ല, അവിടുന്ന് ഓർക്കുക പോലുമില്ല. That is in Hebrews in chapter 8 and verse 12. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് ദൈവത്തിന്റെ ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. I will be merciful to their iniquities, അവരുടെ അതിക്രമങ്ങളോട് ഞാൻ കരുണയുള്ളവനായിരിക്കും, and I will remember their sin no more. അവരുടെ അകൃത്യങ്ങളെ ഞാൻ ഇനിമേൽ ഓർക്കുകയുമില്ല. So, that was not said in the Old Testament. പഴയ നിയമകാലത്ത് ഒരിക്കലും ദൈവം അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. In the Old Testament there was a constant remembrance of sins. പഴയ ഉടമ്പടിയുടെ കീഴിൽ ജീവിച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തുടർമാനമായി പാപങ്ങളുടെ ഓർമ്മയാണ്, പാപങ്ങളെക്കുറിച്ചുള്ള അയവിറക്കലാണ് നടക്കുന്നത്. But in the new covenant, എന്നാൽ God promises that he won't even remember. എന്നാൽ പുതിയ നിയമത്തിന്റെ കീഴിൽ ദൈവം നമ്മോട് പറയുന്നത് നമ്മുടെ അകൃത്യങ്ങളെ അവൻ ക്ഷമിക്കുമെന്ന് മാത്രമല്ല, അവിടുന്ന് അതിനെ ഓർക്കുകയുമില്ല എന്നാണ്. In the Old Covenant in Psalm 32, പഴയ നിയമ കാലഘട്ടത്തിൽ 32-ാം സങ്കീർത്തനം പറയുന്നത് എന്താണെന്ന് നോക്കുക. Blessed is the man, verse 1, whose sin is covered. 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പാപം മറയ്ക്കപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. Now there's a lot of difference between sin being covered and sin being cleansed. നിങ്ങൾക്കറിയാം, പാപത്തെ കേവലം മൂടുന്നതും മറയ്ക്കുന്നതും പാപത്തെ പരിപൂർണമായി ശുദ്ധീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. There was no cleansing from sin in the Old Testament. പഴയ നിയമ കാലഘട്ടത്തിൽ പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ശുദ്ധീകരണം എന്ന് പറഞ്ഞ ഒരു കാര്യം അസാധ്യമായിരുന്നു. Only a covering up. പാപത്തെ ദൈവം മൂടിക്കളയുന്നു, ആരും കാണാതെ വണ്ണം ദൈവം അതിനെ മറയ്ക്കുന്നു. അതായിരുന്നു അന്ന് നടന്നത്. The blood of bulls and goats could not take away sin. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ശക്തിയില്ലായിരുന്നു. So when a man sinned and he acknowledged it to God by bringing an offering, ഒരു വ്യക്തി പഴയ നിയമകാലത്ത് പാപം ചെയ്യുകയും തന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ഒരു യാഗ മൃഗത്തെ അവൻ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ God would cover that sin. ആ യാഗം കണ്ടതിന് ശേഷം ദൈവം അവന്റെ പാപത്തെ മൂടുകയാണ്, മറയ്ക്കുകയാണ്. You know, I believe that a lot of people in Israel took sin more seriously than Christians today. അങ്ങനെ മാത്രമേ നടന്നിരുന്നുള്ളൂ പാപത്തെ സംബന്ധിച്ച്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന അനേകരും എടുത്തിട്ടുള്ളതിലും ഗൗരവമായിട്ട് ഇസ്രായേൽ ജനം പാപത്തെ എടുത്തിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. See, when they sin, they have to bring a goat. അവരെപ്പോൾ പാപം ചെയ്താലും കുറഞ്ഞപക്ഷം ഒരു ആട്ടിൻകുട്ടിയെങ്കിലും യാഗമായി പ്രായശ്ചിത്തമായി കൊണ്ടുവരണം. How much does a little lamb cost? ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം എങ്കിൽ പോലും ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ ഒരു എത്ര രൂപ വേണ്ടി വരും? How much is it? 500, 600? I got no idea. 1,000 rupees. സഹോദരൻ ജോസ് പറയുന്ന ഒരു ആട്ടിൻകുട്ടിക്ക് പോലും ഇപ്പൊ 1000 രൂപ കൊടുക്കണമെന്നാ.
Supposing you had to pay 1,000 rupees every time you sinned. മറ്റൊരു സഹോദരൻ 2,000 രൂപ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയായിക്കോട്ടെ, ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും കുറഞ്ഞത് 1,000 രൂപ മുടക്കുണ്ടെന്ന്. I think we'll all stop sinning pretty quickly. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ എന്റെ ചിന്ത, നമ്മൾ പലരും പാപം ചെയ്യുന്ന പരിപാടി നേരത്തെ നിർത്തിയേനെ. A lot of sins we think we cannot get victory over, we would have got victory over pretty quickly. പാപം നമുക്ക് ജയം ലഭിക്കാൻ അസാധ്യമാണെന്ന് നാം എഴുതി തള്ളിയിരിക്കുന്ന ഒരുപാട് മേഖലയിൽ പണ്ടേ നമുക്ക് ജയം കിട്ടിപ്പോയതിന് ഓരോ സമയത്തും ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണമായിരുന്നെങ്കിൽ. My bank account goes down 1,000 rupees every time I sin. I'm not going to sin too much. ഞാൻ ഓരോ പ്രാവശ്യം പാപം ചെയ്യുന്ന സമയത്ത് ബാങ്കിലെ അക്കൗണ്ടിൽ 1,000 രൂപ വീതം കുറവ് വരുന്ന ഏർപ്പാടാണെങ്കിൽ പാപം ഞാൻ ഗൗരവമായിട്ട് എടുത്തേ മതിയാവൂ. That is why I say those Old Testament people took sin more seriously than we do today. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തെ കാലഘട്ടത്തിൽ ഒരു യഹൂദൻ നമ്മെക്കാൾ അധികം പാപത്തെ ഗൗരവമുള്ള വിഷയമായി എടുത്തിരുന്നു. Today what do we say? ഇന്ന് നാം പറയുന്നത് എന്താണ്? Just go to Jesus and say, Lord, I'm sorry, the blood of Jesus cleanses me. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ നാം പറയും, കഷ്ടമായി പോയി, പക്ഷെ യേശുവിന്റെ രക്തമുണ്ടല്ലോ. യേശുവിന്റെ അടുക്കൽ പോയി ഞാൻ പറയും, കർത്താവ് ക്ഷമിക്കണേ, യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കും. You know, there's an Old Testament verse in Psalm 130. 130-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനം പഴയ നിയമകാലത്ത് എഴുതപ്പെട്ടിരുന്നു. Psalm 130, it says, 130-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. And verse 4, 4-ാമത്തെ വചനം, there is forgiveness with thee, O Lord, so that you may be feared. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട്, ക്ഷമയുണ്ട്. Just listen to that once more. ഒരു പ്രാവശ്യം കൂടെ ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവമേ, നീ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. അതിന്റെ കാരണം എന്തിനാണ് നീ പാപത്തെ ക്ഷമിക്കുന്നത്? ഞാൻ നിന്നെ അധികം ഭയപ്പെടണം, നിന്നെ ഭയപ്പെടേണ്ടതിന്. Is that why you go to God to get your sins forgiven? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തിന് ക്ഷമ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ നിങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത് വർദ്ധിച്ച അളവിലുള്ള ദൈവഭയം നിങ്ങളിൽ ഉണ്ടാകേണ്ടതിനാണോ? There, even the Old Testament people had a greater understanding than many New Testament people. ഈ മേഖലയിലും പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന പല വിശ്വാസികളെക്കാളും അധികം പുതിയ നിയമഭക്തന്മാർക്ക് കൂടുതൽ വെളിച്ചമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. Why do we have so many problems in our homes and in our churches? നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ പ്രാദേശിക സഭകളിലും നിരവധി പ്രശ്നങ്ങൾ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? The Old Testament, they got forgiveness so they may fear God. പഴയ നിയമകാലത്ത് ദൈവം അവരുടെ പാപങ്ങളെ അവരോട് ക്ഷമിച്ചത് അവർ കൂടുതൽ ദൈവഭയമുള്ളവരായി തീരേണ്ടതിനാണ്. We forget forgiveness and sin again. നമുക്ക് ദൈവത്തിൽ നിന്നും പാപക്ഷമ ലഭിച്ചതിന് ശേഷം ഒരു മടിയും കൂടാതെ വീണ്ടും നാം അതേ പാപം ചെയ്യുന്നു. Because it doesn't cost us 1,000 rupees each sin. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഓരോ പാപവും മുമ്പേ സൂചിപ്പിച്ച പോലെ 1,000 രൂപ ചിലവുള്ള കാര്യമല്ല. Leave alone money. പണം ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം മറന്നു കളയുക. Here's another Old Testament verse. പഴയ നിയമത്തിലെ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. In Ecclesiastes chapter 8. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരിക. See, this is all Old Covenant. ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്, നിങ്ങൾ മറന്നു പോകരുത്. I'm saying even there they had such a high standard. ആ കാലഘട്ടത്തിൽ തന്നെ നാം മനസ്സിലാക്കിയിട്ടുള്ളതിലേക്കും അതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരം അവർ സൂക്ഷിച്ചിരുന്നു. Ecclesiastes 8 verse 11. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. Now when you read that expression, the hearts of the Son of Men are given fully to do evil. ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ചുകൂടെ ശക്തമായിരിക്കുന്ന ആശയമാണ്, മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത പ്രവർത്തിക്കുവാനായിട്ട് ഒരുക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? What is the reason? അതിന്റെ കാരണം ആ വചനത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞാട്ട്, why is it that you find yourself doing evil so easily? ഒരു ബുദ്ധിമുട്ടും കൂടാതെ തിന്മ ദുഷ്പ്രവൃത്തി ചെയ്യുവാനായി നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്? That you never ever stop getting angry at home. നിങ്ങൾ
എത്ര വർഷമായി കോപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്? You men don't take lusting with your eyes seriously even after so many years. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്ന വിഷയത്തിൽ പുരുഷന്മാരായ സഹോദരന്മാരെ നിങ്ങൾക്ക് ജയം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? Or doing a little unrighteousness in your business. നിങ്ങളുടെ ബിസിനസ് ഇടപാടുകളിൽ അല്പം അനീതിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണ്? And now we have so many homes where people are more interested in making more and more money than in raising their children in a godly way. ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ന് പല ക്രിസ്തീയ ഭവനങ്ങളിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയുടെ മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാളും മാതാപിതാക്കന്മാർ മനസ്സുവെച്ചിരിക്കുന്നത് കൂടുതൽ ധനം സമ്പാദിക്കുന്നതിലാണ്. God sees that. ദൈവം ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. And that is why children go astray. മാതാപിതാക്കന്മാരുടെ മുൻഗണനകളെ ദൈവം തിരിച്ചറിയുന്നതുകൊണ്ടാണ് മിക്ക ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്. God says these parents are more interested in making money. ദൈവം കാണുന്നു, ദുഃഖിക്കുന്നു. ഈ മാതാപിതാക്കന്മാർക്ക് കൂടുതൽ പണമുണ്ടാക്കുന്നതിനാണ് താല്പര്യം. The mother is not interested in staying at home and bringing up the children in godliness. അമ്മയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ടും വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ പോകാതെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ മനസ്സില്ല. They want whatever they get, they'll say it is not enough. അവർ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പണം ശമ്പളം കൈപ്പറ്റിയിട്ടും പിന്നെയും തികയുന്നില്ല എന്നുള്ള പരാതിയാണ്. There is a difference between need and greed. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യവും അത്യാഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്? There is a saying that God has made enough of material things in the world for everybody's need. ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും അത്യാവശ്യത്തിനുള്ള സകല ഭൗതിക കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? But there is not enough in this world even for one man's greed. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം, കേവലം ഒരൊറ്റ മനുഷ്യന്റെ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കൾ കൊണ്ടും തികയുകയില്ല. And I fear that a lot of people are going to lose their children because of greed. അത്യാഗ്രഹം ഹൃദയത്തെ നിറച്ചിരിക്കുന്നതുകൊണ്ട് അനേക കുടുംബങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നിത്യതയോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുവാൻ പോവുകയാണെന്നാണ് എന്റെ ഭയം. 43 years ago, my wife and I took a decision. 43 വർഷം മുൻപ് ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. When our first son was born. ഞങ്ങളുടെ ആദ്യത്തെ മകൻ ആൺകുട്ടി ജനിച്ച സമയത്ത്, even though we were very poor, poorer than all of you sitting here. ഇന്ന് ഇവിടെ ആ സമയത്തെ കാര്യം വെച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയാൽ നിങ്ങളെക്കാൾ ഏറ്റവും എല്ലാം ദരിദ്രാവസ്ഥയിലായിരുന്നു അന്ന് 43 വർഷം മുൻപ് ഞങ്ങൾ. But we decided my wife will not work, she'll be a mother. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചു, എന്റെ ഭാര്യ ഇപ്പോൾ ഒരു മാതാവായി തീർന്നിരിക്കുന്നു, തുടർന്ന് പണം സമ്പാദിക്കുവാനായിട്ട് അവൾ ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. If we have to live in a one-room house, we will live in a one-room house. ഒരു മുറി മാത്രമുള്ള ഒരു പാർപ്പിടത്തിൽ ജീവിക്കേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. But we will bring up our children in a godly way. എന്നാൽ ബുദ്ധിമുട്ടിയാലും സാമ്പത്തിക ഞെരുക്കം വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയുടെ വഴിയിൽ കൊണ്ടുവരും, വളർത്തും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. We cannot buy new clothes for ourselves or our children. We won't buy them, but we'll bring them up in godly ways. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങൾക്കോ പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് അനേക നാൾ കഴിഞ്ഞില്ലെങ്കിലും അവരെ ദൈവഭക്തിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞങ്ങൾ ദൈവം മുൻപാകെ തീരുമാനിച്ചു. And today I can tell you, after 43 years, we have no regret about our decision. 43 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കി ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾ അന്നെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അശേഷം
സങ്കടമില്ല. Because we see all our children following the Lord. ഞങ്ങളുടെ 4 ആൺമക്കളും കർത്താവിനെ അനുഗമിക്കുന്ന അനുഗ്രഹീതമായ കാര്യം ഞങ്ങളെ ഇത് പറയുവാൻ നിർബന്ധിക്കുന്നു. Marrying God-fearing wives and seeking to bring up their children in the fear of God. കർത്താവിനെ അറിഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ദൈവഭയമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുവാനും അവർക്ക് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും ആ കുടുംബങ്ങളും ഇന്ന് ഉത്സാഹിക്കുന്നു. What is the price we paid for it? അതിനുവേണ്ടി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന ഞങ്ങൾ കൊടുത്ത വില എന്തായിരുന്നു? I could not afford to take my children around in a car. I drove a scooter for 45 years. 45 വർഷക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ കുഞ്ഞുങ്ങളെ, അവർ 4 കുഞ്ഞുങ്ങളാണ്, അവരെ കാറിൽ കൊണ്ടുപോകാൻ തക്ക എണ്ണമുണ്ട്, പക്ഷെ ഒരു സ്കൂട്ടർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. And I used to take them to the school on the scooter. സ്കൂട്ടറിലായിരുന്നു എന്റെ മക്കളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. 1 in front and 2 at the back. 3 പേർ ഒരേ സമയത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയം ഞാൻ ഓർക്കുന്നു. ഒരാളെ മുൻപിലിരുത്തും, ഏറ്റവും ചെറിയവനെ 2 പേരെ എന്റെ പുറകിലിരുത്തും. So what? അതുകൊണ്ട് എന്താ നഷ്ടം വല്ലതും ഉണ്ടാവോ? What does it matter whether you take your children to school on a scooter or in a car? നിങ്ങളുടെ മക്കളെ സ്കൂളിൽ നിങ്ങൾ സ്കൂട്ടറിൽ കൊണ്ടുപോയാലോ കാറിൽ കൊണ്ടുപോയാലോ എന്തോ വ്യത്യാസം? The important thing is they grow up in the fear of God. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരണം. അതല്ലേ? That we don't get into debt. ഒരിക്കലും കുടുംബകാര്യങ്ങളിൽ കടക്കാരായി നാം തീരുന്നില്ല. അതല്ലേ പ്രധാനം? I have never been in debt in 72 years. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 72 വർഷത്തെ അനുഭവം ഞാൻ പറയാം. ഒരു സമയത്ത് പോലും ഞാൻ കടത്തിലായിരുന്നില്ല. I'm just saying, we have so many longings for things, and that's what makes us sin. ഞാൻ പറയുന്നതിന്റെ താല്പര്യം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ ഭൗതികമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കേഴുന്ന ദാഹിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഒരുപാട് പാപത്തിൽ നാം അകപ്പെടുന്നത്. That's why we don't get victory over sin. പാപത്തിന്റെ മേൽ ജയം നേടുക എന്ന് പറയുന്നതും നമുക്ക് ഒരു സ്വപ്നം മാത്രമായി തുടരുന്നു. It's not a priority for us. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന നൽകേണ്ട കാര്യമായി നാം അതിനെ ഇതുവരെ കണ്ടിട്ടില്ല. The things that the Gentiles seek, we also seek. ജാതികൾ എന്തൊക്കെ അന്വേഷിക്കുന്നു അതൊക്കെയാണ് ദൈവമക്കളായ നാം അന്വേഷിക്കുന്നത്. Jesus said, that's not what you should be seeking, what the Gentiles are seeking. കർത്താവ് പറഞ്ഞ വാക്കുകൾ നാം മറന്നു പോകരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾ അങ്ങനെ ആകരുത്. Yeah, seek the kingdom of God first, he said. യേശു പറഞ്ഞു, ദൈവത്തിന്റെ രാജ്യം മുൻപേ അന്വേഷിക്കുക. We read in Ephesians 1 that according to the riches of his grace we have forgiveness of sins. എഫെസ്യർ 1-ാം അധ്യായത്തിൽ നാം വായിച്ചല്ലോ, ദൈവത്തിന്റെ കൃപാധനപ്രകാരം നമുക്ക് പാപമോചനം, അതിക്രമങ്ങളുടെ മോചനം ലഭിച്ചിരിക്കുന്നു. Hebrews 8:12, I will not remember their sins anymore. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അവരുടെ അകൃത്യങ്ങളെ ഇനി ഓർക്കുകയില്ല. That was not true in the Old Testament. എന്നാൽ പഴയ നിയമകാലത്ത് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമായിരുന്നില്ല. But now the question is, does God forget about our sins? എന്നാൽ നാം ചോദിക്കേണ്ട പ്രസക്തമായ ഒരു ചോദ്യം, ദൈവം നമ്മുടെ പാപങ്ങളെ അങ്ങനെ മറന്നു കളയുന്നുണ്ടോ? That's not what it says. അതല്ല ദൈവം പറയുന്നത്. Hebrews 8:12 exactly. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. He doesn't say I'll forget, he says I will not remember. അവിടെ പറഞ്ഞിരിക്കുന്ന പദം എന്താണെന്നറിയാമോ? ഞാൻ അവരുടെ അകൃത്യങ്ങളെ ഇനിയും ഓർക്കുകയുമില്ല. ഓർക്കത്തില്ല എന്നാ പറഞ്ഞത്, മറക്കുമെന്നല്ല. God has not forgotten your sins, I'll tell you that. നിങ്ങൾക്കിത് ഒരുപക്ഷെ അല്പം ഉളവാക്കിയേക്കാമെങ്കിലും ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ ആരുടെയും പാപം ദൈവം മറന്നിട്ടില്ല. Are you surprised? നിങ്ങൾക്ക് അല്പം തോന്നുന്നു അത് കേൾക്കുമ്പോൾ ദൈവത്തിന് മറവില്ലെന്ന്. I'll prove it to you. അത് ഞാൻ തെളിയിക്കാം. I can remember the sins I committed in my unconverted days 55 years ago. 55 വർഷം മുൻപ് ഞാൻ മാനസാന്തരപ്പെടുന്നതിന് വീണ്ടും ജനിക്കുന്നതിന് മുൻപ് ഞാൻ ചെയ്ത പാപങ്ങൾ ചിലർ ഇന്നും വളരെ വ്യക്തമായി എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. I can give you the details also. അത് വിശദമായി പറയാനും എനിക്കൊരു പ്രയാസമില്ല. You mean God does not know that?
ഈ കേവലം പൊടിയായിരിക്കുന്ന എനിക്ക് ഇത് ഓർക്കാൻ പറ്റുമെങ്കിൽ എന്റെ സൃഷ്ടാവിന് എന്റെ പാവങ്ങൾ ഓർക്കാൻ കഴിയത്തില്ല, അവൻ മറന്ന് കളഞ്ഞെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? I know it's forgiven. എനിക്കറിയാം ദൈവം പരിപൂർണമായി അവ ക്ഷമിച്ചു കഴിഞ്ഞു. And he will not remember it. That also I know. കർത്താവ് പറഞ്ഞു അവൻ അത് ഓർക്കത്തുമില്ല എന്ന് പറഞ്ഞു, ഭയവിറക്കത്തില്ല. If you say God has forgotten it, എന്നാൽ ദൈവം അതെല്ലാം അങ്ങ് മറന്നുപോയി, ദൈവത്തിന് വയസ്സ് എന്നു, ദൈവത്തിന് മറവിരോഗം പിടിച്ചു എന്നാണോ നാം ചിന്തിക്കുന്നത്? then I know something that God does not know. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. സർവശക്തനായ സൃഷ്ടാവായ തമ്പുരാന് ഓർമ്മയില്ലാത്ത ചിലത് ഓർമ്മയുള്ള വീരനാണ് ഞാൻ എന്ന് പറയേണ്ടി വരുമല്ലേ? എനിക്ക് ഓർക്കാൻ കഴിയും. Then at least in one area I am greater than God. ആ ഒറ്റ മേഖലയിലെങ്കിലും ഞാൻ ദൈവത്തെക്കാളും വലിയവനാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? I can remember something he cannot. ദൈവത്തിന് ഓർക്കാൻ കഴിയാത്ത ഒരു കാര്യമെങ്കിലും എനിക്ക് ഓർക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് കൊച്ചു കാര്യമാണോ? This is a wrong teaching we have heard, that God forgets about your past. ഞാൻ പറയുന്നതിന്റെ താല്പര്യം ക്രിസ്തീയ ലോകത്ത് തെറ്റായിട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം മറന്നുകളഞ്ഞാണ്. He does not remember means when he looks at me, he does not hold in his mind the things I have done against him. നമ്മുടെ പാപങ്ങളെ അവൻ ഓർക്കയില്ല എന്ന് പറയുന്നത് കൊണ്ട് നാം എന്താ മനസ്സിലാക്കേണ്ടത്? അവൻ ഓർമ്മയുണ്ട്. പാപങ്ങളെ അവൻ എപ്പോഴെങ്കിലും ഓർത്താൽ ഒരു പാപം പോലും യേശുവിൽ ആശ്രയം വെച്ചിരിക്കുന്ന നമുക്ക് നേരെ ഉയർത്തിപ്പിടിക്കാതെ വണ്ണം അവൻ അതിനെ ഓർക്കുവാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. I know when I stand before God now, ഇപ്പോൾ ഞാൻ കർത്താവിന് മുൻപിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. he will not even remember what I confessed yesterday. ഇന്നലെ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു പാപം ഞാൻ ഏറ്റുപറഞ്ഞ കഴികൾ ക്ഷമ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും എന്റെ കർത്താവ് ഓർക്കത്തില്ല. I can stand freely before him. ഇന്ന് തികച്ചും സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ എനിക്ക് കർത്താവിന്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയും. That is the meaning of this wonderful verse in Lamentations chapter 3. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വചനത്തിന്റെ അർത്ഥം അതാണ്. Verse 22 and 23. 22-ഉം 23-ഉം വാക്യങ്ങൾ. It says, His mercies never fail, they are new every morning. Chapter 3 verse 22. 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ ദയ രാവിലെ തോറും പുതുതാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. So His mercies never fail, they are new every morning. യഹോവയുടെ ദയ, അവന്റെ കരുണ രാവിലെ തോറും പുതിയതാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. What does it mean when it says God's mercy for me is new this morning? ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് എന്നോടുള്ള കരുണ പുതിയതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? The meaning is God looks at me as if I have never sinned till today. ഇന്ന് വരെയും ഒരിക്കൽ പോലും ഒരു പാപം ചെയ്യാത്ത വ്യക്തിയെപ്പോലെയാണ് ഈ പ്രഭാതത്തിൽ എന്നെ കർത്താവ് കാണുന്നത്. All the past is blotted out and forgiven, and He doesn't hold it against me. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ട് മായ്ച്ചു കളയപ്പെട്ടിരിക്കുന്നു. എനിക്ക് നേരെ അവനതൊന്നും ഓർക്കുന്നില്ല. If I have turned from them, ഞാൻ അവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, from my sins, എന്റെ പാപങ്ങളെ വിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, confess them, ഞാനത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, taken the blame without blaming anybody else, മറ്റാരെയും പഴിചാരാതെ എന്റെ പാപങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, then He looks at me as if I have never sinned. അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് ദൈവം കാണുന്നത്. That is, if I slip up today, it's almost as though I'm sinning for the first time in my life. എന്തെങ്കിലും ഒരു വീഴ്ച ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെയാണ് അവൻ കാണുന്നത്. New mercies. അതുകൊണ്ടാണ് രാവിലെ തോറും ദിനം പ്രതിയുള്ള ദൈവത്തിന്റെ പുതിയ ദയ എന്ന് പറയുന്നത് കൊണ്ട് നാം That മനസ്സിലാക്കി. is such a wonderful truth that we all get excited about it. നമ്മുടെയൊക്കെ ജീവിതത്തെ ഉത്സാഹഭരിതരാക്കേണ്ടതായിരിക്കുന്ന ഒരു ദൈവിക സത്യമാണ് ഇത്, പ്രിയപ്പെട്ടവരെ. Now the Bible says you must treat other people the way God treated you. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ദൈവം നമ്മളെ എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് അതേ നിലയിൽ നാം നമ്മുടെ സഹജീവികളോട് പെരുമാറണം. So when people have wronged you, ആരെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ദോഷം ചെയ്താൽ, maybe they have acknowledged it and asked forgiveness also. അവര് ആ തെറ്റ്, ആ തിന്മ അവരേറ്റുപറയുകയും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു.
next time you see them, you must not hold that old memory against them. നിങ്ങളോട് ക്ഷമ ചോദിച്ച് നിരപ്രാപിച്ച ആ വ്യക്തിയെ നിങ്ങൾ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അവൻ നിന്നോട് നേരത്തെ ചെയ്ത ആ തിന്മ ഒരിക്കലും നിന്റെ മനസ്സിൽ അവനെതിരെ നീ പിടിക്കരുത്. This is particularly true with husband and wife. ഭാര്യാഭർത്തൃബന്ധത്തിൽ ഈ കാര്യം വളരെ വളരെ സത്യമാണ്. In the early years of marriage, all husbands and wives fight. വിവാഹജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ എല്ലാ ഭാര്യാഭർത്താക്കന്മാരും തമ്മിൽ വഴക്കടിക്കുന്നവരാണ്. That is normal. അത് സാധാരണ പ്രതിഭാസമാണ്. Two human beings who live separately are now trying to live together. അതുവരെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വേറെ വേറെ ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശ്രമമാണ്. But just like a child learns to walk, takes time. It will take a little time for them to get over this fighting habit. ഒരു ശിശു വളർന്നു വരുമ്പോൾ നടക്കാൻ പഠിക്കുമ്പോൾ വീഴ്ച ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ഒന്നും വീഴുകയില്ല. But when there is a new problem that arises in marriage after 10 years, 10 വർഷത്തിന് ശേഷം കുടുംബജീവിതത്തിൽ ഒരു പുതിയ പ്രശ്നം തലവെക്കുമ്പോൾ, you should not say to your partner, you did this 5 years ago and you did this 10 years ago. ആ പുതിയ പ്രശ്നത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ട് 10 കൊല്ലം മുമ്പ് നീ ഇത് ചെയ്തതല്ലേ എന്ന് ഭർത്താവ് ഭാര്യയോടും 5 വർഷം മുൻപ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞില്ലേ എന്ന് ഭാര്യ ഭർത്താവിനോടും പറഞ്ഞാൽ അത് സങ്കടകരമാണ്. Remember the date January the 25th in 1989. 1989 ജനുവരി 25-ാം തീയതി രാവിലെ വേണേ പറയും നിങ്ങൾ പറഞ്ഞ കാര്യമെന്നൊക്കെ പറഞ്ഞാണ് ആരോപണം. They remember it very well, and what your mother said and what your father said, and it's all there in the memory. നിന്റെ അപ്പൻ അന്നത് ചെയ്തില്ലേ, നിന്റെ അമ്മ അത് പറഞ്ഞില്ലേ, ഓർമ്മയിൽ എല്ലാം പച്ച പിടിച്ച് വെക്കുകയാണ്. And then we go to God. ദൈവത്തിന്റെ അടുക്കലേക്ക് നാം പോകുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. Lord, please forgive me as I have forgiven my wife. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ, അധികം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ, കർത്താവേ ഞാൻ എന്റെ ഭാര്യയോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കാരോട് അവളോട് ക്ഷമിച്ച പോലെ എന്നോടും ക്ഷമിക്കണേ. So the Lord will say, I remember what you also did on January 25th, 1989. അത് കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ, ഞാനും 1989 ജനുവരി 25-ാം തീയതി നീ നിന്റെ ഭാര്യയോട് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. There is no end to this. ഇങ്ങനെ തുടർന്നാൽ ഇതിന് അവസാനം എവിടെയാ? I believe many of us, you think God has forgiven you. He has not forgiven you. ഞാനൊരു ദുഃഖസത്യം നിങ്ങളിൽ പലരോടും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചിന്ത ദൈവം നിങ്ങളോട് ക്ഷമിച്ചെന്ന, പക്ഷെ നിങ്ങളുടെ പല ഭാഗങ്ങളും ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടില്ല. Because you are praying, forgive me as I have forgiven others. കാരണം കർത്താവിന്റെ മാതൃകാ പ്രാർത്ഥനയിൽ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതിയല്ലോ. Whether you pray like that or not, that is the way God forgives. നിങ്ങൾ അങ്ങനെ ആ വാദങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ഹൃദയം യേശു വെളിപ്പെടുത്തിയതുകൊണ്ട് നമുക്കറിയാം ആ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കുന്നത്. I don't know whether all of you know that God has forgiven you exactly in the same way as you have forgiven other people. നിങ്ങൾക്കത് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ദൈവത്തിന്റെ സത്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ കടക്കാരോട്, നിങ്ങളുടെ ദോഷം ചെയ്തവരോട് ഏത് നിലയിൽ നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോ അതേ നിലയിൽ മാത്രമേ ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടുള്ളൂ. Since you have not forgiven some people, ചില വ്യക്തികളോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ച് മറന്നിട്ടില്ലാത്തതുകൊണ്ട് I have to say to you in Jesus' name that God has not forgiven you. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ചിലരോട് എനിക്കിന്ന് പറയേണ്ടിയിരിക്കുന്നു, പിതാവായ ദൈവവും നിങ്ങളുടെ പാവങ്ങൾ ചിലർ നിങ്ങളോട് ക്ഷമിച്ചിട്ടില്ല. Even though you have confessed it 100 times. ഒരുപക്ഷെ 100 തവണ നിങ്ങളത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞതായിരിക്കാം. You think He has forgiven. I tell you as a servant of God, He has not forgiven you. നിങ്ങൾ നിരൂപിക്കുന്നത് ദൈവം നിങ്ങളോട് അത് ക്ഷമിച്ചെന്നാ, കാരണം നിങ്ങൾ ഏറ്റുപറഞ്ഞല്ലോ. പക്ഷേ കർത്താവിന്റെ ഒരു ദാസനെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളോടും ഏറ്റുപറഞ്ഞ പാപവും ദൈവം ക്ഷമിച്ചിട്ടില്ല. Whatever any pastor told you, you are not forgiven. ഏതെങ്കിലും ഒരു പാസ്റ്റർ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നിരിക്കട്ടെ, എങ്കിലും ദൈവത്തിന്റെ സത്യം ഇതാണ്, ദൈവം നിങ്ങളോട് ചില പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല. Whatever prophecy you heard in that direction is wrong. നിങ്ങൾ ആ ദിശയിൽ ഏതെങ്കിലും പ്രവചന ദൂത് കേട്ടിട്ടുണ്ടെങ്കിലും അത് ദൈവവചന സത്യമല്ല. Now I'll show you from God's word in Matthew chapter 18. ദൈവവചനത്തിൽ നിന്നും ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമോ? You know, the Jews had a custom that taught that you must forgive your brother at least 3 times.
യഹൂദന്മാരുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു, സഹോദരൻ ഏതെങ്കിലും കാര്യത്തിൽ പിഴച്ചാൽ ഒരു ദിവസം 3 തവണയെങ്കിലും അവനോട് ക്ഷമിച്ചിരിക്കണം, കുറഞ്ഞപക്ഷം. So Peter tried to get into the new covenant and said in Matthew 18:21, shall I forgive my brother 7 times? എന്നാൽ പത്രോസിന് യഹൂദനായിരുന്നെങ്കിലും 3 തവണ ക്ഷമിച്ചാൽ മതി ദൈവത്തിന്റെ മിനിമം. പക്ഷേ അവൻ പുതിയ നിയമത്തിലേക്ക് കടക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പത്രോസ് ഗുരുവിനോട് ചോദിച്ചു, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാനൊരു 7 തവണ ക്ഷമിച്ചാൽ മതി ഒരു ദിവസം. He thought Jesus would pat him on the back and say, you're great, Peter, that's really wonderful. പത്രോസ് ഒരുപക്ഷെ മനസ്സിൽ സ്വപ്നം കണ്ടത് ഗുരു തന്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറയും, അത്ഭുതകരമാണ്, നീ മിടുമിടുക്കനാണ്, നീ 3 നിർത്തിയില്ലല്ലോ, 7 പ്രാവശ്യം ക്ഷമിക്കാൻ നീ തയ്യാറായല്ലോ. He said, no, 490 times at least. യേശു അങ്ങനെയൊന്നും മറുപടി പറഞ്ഞില്ല. 770 വട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് 490 തവണ ഒരു ദിവസം എന്നാണോ, അത് തന്നെ വലിയ നമ്പറല്ലേ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാതെ എത്ര തവണ നിന്നോട് പിഴച്ചു അത്രയും തവണ ക്ഷമിക്കണമെന്ന്. And then he told the story. അതിനുശേഷമാണ് യേശു ഉപമ അവരോട് പറഞ്ഞത്. There was a king who wanted to settle accounts with his servants. ഒരു രാജാവിന് തന്റെ ഭൃത്യന്മാരോട് കണക്ക് തീർക്കുവാൻ സമയം വന്നു. 18:23. 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലാണ് ആ ഉപമ. The king is God here. ഈ രാജാവ് ദൈവത്തിന് സദൃശമാണ്. The slaves are you and I. ദാസന്മാര് ഞാനും നിങ്ങളുമാണ്. And there was one man brought to him who owed him 10,000 talents. 10,000 താലന്ത് രാജാവിന് കടംപെട്ടിരിക്കുന്ന ഒരുവനെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. You know, that's about 50 crore rupees. ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കിയാൽ 10,000 താലന്ത് എന്ന് പറയുന്നത് 50 കോടി രൂപയ്ക്ക് തുല്യമാണ്. Imagine if you had a debt of 50 crore rupees to somebody. ആർക്കെങ്കിലും ഒരു 50 കോടി രൂപ നിങ്ങൾക്ക് കൊടുത്തു തീർക്കാനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. And you don't have anything to pay it back. അത് കൊടുത്തു വീട്ടുവാൻ നിങ്ങൾക്ക് വകയില്ല, സ്വത്തില്ല. And the Lord says, okay, you say, please have mercy on me, I'll repay everything, verse 26. 26-ാം വാക്യത്തില് നിങ്ങളും കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എന്നോട് കരുണ തോന്നണം, ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം. That's a stupid saying. He can never repay 50 crores. അവന് കാര്യം അറിയാതെയാണ് ഇങ്ങനൊക്കെ നിലവിളിച്ചത്. 50 കോടി രൂപ ആജീവനാന്തം അധ്വാനിച്ചാൽ കൊടുത്തു തീർക്കാൻ കഴിയുമോ? So the Lord of that slave had compassion and set him free, verse 27, and forgave his debt. എന്നാൽ ഈ രാജാവിന്റെ ദാസനോട് മനസ്സിലിവ് തോന്നി അവന്റെ കടം മുഴുവനും അവൻ ഇളച്ചു കൊടുത്തു. And he went and met another person who owed him 100 denarii. എന്നാൽ ഈ വലിയ ക്ഷമ, അത്ഭുതകരമായ ക്ഷമ ലഭിച്ച അവന് രാജാവിന്റെ സന്നിധിയിൽ നിന്ന് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരുവനെ കണ്ടു വഴിയിൽ വെച്ച്. Now 100 denarii is the laborer's wages for 100 days. ഈ 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഒരു ജോലിക്കാരന്റെ, കൂലിക്കാരന്റെ 100 ദിവസത്തെ പ്രതിഫലം, ശമ്പളം. So, I mean, if a man's earning, an ordinary laborer earns 60 rupees a day, that's 6,000 rupees. ഒരു പക്ഷെങ്കിൽ അവിടെ 60 രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരാളിന് ഒരു 600 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ ഒക്കെ തുല്യമായ ഒരു തുച്ഛമായ കടം, 6,000 rupees. ഒരു 6,000 രൂപ കടമുള്ള ഒരു വ്യക്തി 6,000 രൂപ ഇന്നാണെന്ന് ഒരിക്കലും ഒരു വലിയ തുക തന്നെയാണ്. So if somebody owes you 6,000 rupees, you don't just let him go that easily. 6,000 രൂപ നിങ്ങൾക്ക് തന്നു നിൽക്കാനുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങനെ വേഗത്തിൽ നിന്നും കടമിളച്ച് നിങ്ങൾ വിടത്തില്ല, എനിക്കറിയാം. But if you have been forgiven 50 crores, what is 6,000 rupees? എന്നാൽ ഞാൻ ചോദിക്കുന്നത് 50 കോടി രൂപയുടെ ഒരു വലിയ കടം നിങ്ങൾക്ക് ഇളച്ചു കിട്ടിയ വ്യക്തിയാണെങ്കിൽ 50 കോടിയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ 6,000 രൂപ എന്തുള്ളൂ? That is the point here. അതാണ് നാം ഈ ഉപമയിൽ ശ്രദ്ധിക്കുന്നത്. He did not let him go. He caught him by the throat and got him locked up in jail. ഈ ചെറിയ കടം കൊടുത്തു തീർക്കാനുള്ള വ്യക്തിയെ പോകാൻ അവനും ഇതേ വാചകങ്ങൾ ഉപയോഗിച്ച് അവനോട് ദയ ചോദിച്ചു. പക്ഷെ അവന്റെ കോങ്ങായിക്ക് പിടിച്ച് അവനെ തടവിലാക്കിയെന്നാണ് വായിക്കുന്നത്. Other people reported it to the king. എന്നാൽ രാജാവിന്റെ മറ്റു ദാസന്മാർ അത് കേട്ടിട്ട് രാജാവിനോട് ഈ കാര്യം ഉണർത്തിച്ചു. The king called that man back. രാജാവ് ചെയ്തുകൊണ്ടാണ് താൻ വലിയ കടം ഇളച്ചു കൊടുത്ത ഈ ദാസനെ തിരികെ വിളിച്ചു. And said, I forgave you so much because you asked me. നീ എന്നോട് അപേക്ഷിച്ച സമയം. Now listen to this verse. It applies to all of us. നമുക്കെല്ലാവർക്കും പ്രസക്തമായിരിക്കുന്ന കർത്താവിന്റെ വാക്കുകളാണ് രാജാവ് ഇവിടെ പറയുന്നത്. 33-ാം വാക്യം. Shouldn't you have had mercy on your fellow slave like I had mercy on you? എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? And it says he sent him into the jail.
തുടർന്ന് നാം വായിക്കുന്നത്, യജമാനൻ കോപിച്ചിട്ട് അവനെ വീണ്ടും തടവിൽ ദണ്ഡിപ്പിക്കുന്നവരുടെ അടുക്കൽ ഏൽപ്പിച്ചു. Remember, this is a picture of God forgiving us. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിന്റെ ഒരു ചിത്രമാണിത്. Now my question is, എന്റെ ചോദ്യം ഇതാണ്, when the king forgave that debt of 50 crores, did he forget it? ഈ 50 കോടിക്ക് തുല്യമായ 10,000 താലന്ത് ഈ രാജാവ് ഇളച്ചു കൊടുത്തല്ലോ. രാജാവ് ഈ കടത്തെക്കുറിച്ച് അശേഷം മറന്നുപോയോ? If he had forgotten it, then he couldn't have called this person up again. അങ്ങനെ മറന്നുപോയായിരുന്നെങ്കിൽ, ഓർക്കാത്ത ഒരു കാര്യം, മറന്നുപോയ ഒരു കാര്യം എങ്ങനെ തിരിച്ചു വിളിച്ച് ദാസനോട് ചോദിക്കുന്നത്? He had not forgotten it. രാജാവ് ഒരിക്കലും ഈ കട വിഷയം മറന്നിട്ടില്ല. He didn't hold it against him. അവനോട് ക്ഷമിച്ചതുകൊണ്ട് അവനെതിരെ രാജാവ് അത് ഒരിക്കലും ഉയർത്തിപ്പിടിച്ചില്ല. What we learn from this is God has not forgotten any one of the 50 crore sins you have committed. ഇതുവരെയുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 50 കോടി പാപങ്ങൾ, ചെറിയതും വലിയതും എല്ലാം കൂടെ ചേർത്ത്, അത് ദൈവം ക്ഷമിച്ചു തന്നെ കാണും, പക്ഷെ അവിടുന്ന് മറന്നിട്ടില്ല. And it is forgiven only up to a certain point. ഒരു ഘട്ടം വരെ മാത്രമേ ദൈവം ഈ പാപങ്ങൾ നമ്മോട് ക്ഷമിച്ചിട്ടുള്ളൂ. Not forever. അത് പരിപൂർണമായി എന്നേക്കുമായി ദൈവം ക്ഷമിച്ചു എന്ന് നാം കരുതരുത്. The forgiveness is cancelled the day you don't forgive somebody else. ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നീ വിസമ്മതിക്കുന്ന ആ ദിവസം, ആ നിമിഷം നിനക്ക് ലഭിച്ചതായിരിക്കുന്ന പാപക്ഷമ ദൈവം ഇല്ലാതെയാക്കും. On the basis of this teaching of Jesus, യേശുവിന്റെ വളരെ വ്യക്തമായിരിക്കുന്ന ഈ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിൽ I want to say to all of you sitting here, young or old, ചെറിയവരും വലിയവരുമായിരിക്കുന്ന എല്ലാവരോടും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, if there is one human being on earth whom you have not forgiven, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ, or whatever they may have done against you, അവർ നിനക്കെതിരെ എന്തൊക്കെ ചെയ്തെന്ന് ഇരിക്കട്ടെ, എന്ത് കാര്യമാണെങ്കിലും, I'm not asking you to forget it, because God also doesn't forget. അത് മറന്നു കളയണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയത്തില്ല, കാരണം ദൈവത്തിന് പോലും അത് കഴിയാത്ത കാര്യമാണ്. It is impossible for us to forget what happens in our life. That is in our memory. We have നമ്മുടെ control ദൈവം over it. നമ്മെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് നമ്മുടെ ഓർമ്മയിൽ, തലച്ചോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. Not a preacher say you must forget it. They are liars. നിങ്ങളത് മറന്നുകളയണം, ക്ഷമിച്ച് മറക്കണം എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവർ ഭോഷ്ക് പറയാണ്, അവർക്ക് പോലും സാധിക്കാത്ത കാര്യം. They can't do it and they tell you to do it. അവർക്ക് ചെയ്യാൻ കഴിയാത്ത, അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യം നമ്മോട് ചെയ്യുവാൻ പറയുകയാണ്. Jesus said about the Pharisees, they bind heavy burdens on you which they don't carry themselves. പരീശന്മാരെ കുറിച്ച് യേശു പറഞ്ഞു, ഇതേ കാര്യം തന്നെയാണ്. മനുഷ്യർക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരമുള്ള ചുമടുകളെ അവർ മനുഷ്യന്റെ ചുമടിൽ വെക്കുന്നു, അവരൊരു ചെറുവിരൽ കൊണ്ടുപോലും അതിനെ തൊടുന്നില്ല. We have no control over our memory. നമ്മുടെ ഓർമ്മശക്തിയുടെ വിഷയത്തിൽ നാം നിസ്സഹായരാണ്. But we have a control over our will, what we choose to do. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണം, ഏത് കാര്യം ഓർക്കണം, ഈ വിഷയത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ട്. So, if there is one person you have not forgiven, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാത്ത ഏതെങ്കിലും ഒരു ഒറ്റ വ്യക്തി ഈ ഭൂമിയിൽ ശേഷിക്കുന്നെങ്കിൽ, I have to say to you that all the sins you committed in your entire life and unconverted days are sitting on your head today. നിങ്ങൾക്ക് അത്ഭുതപ്പെട്ട കാര്യമായിരിക്കും, പക്ഷെ ഞാൻ കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അങ്ങനെ ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ ക്ഷമിക്കാൻ മനസ്സില്ലാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജനനം മുതൽ ഇന്ന് വരെ ദൈവം നിങ്ങളോട് ക്ഷമിച്ചെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന സകല പാപങ്ങളും നിങ്ങളുടെ തലമേൽ ദൈവത്തിന്റെ ന്യായവിധിക്കായി കാത്തിരിക്കുകയാണ്. If I don't tell you the truth, your blood will be on my hands. ഈ സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ രക്തം ദൈവം എന്നോട് ചോദിക്കും. In the day of judgment, if you go to hell, ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ ആരെങ്കിലും നരകത്തിലേക്ക് പോയാൽ, you turn around to me and say, Brother Zach, you were the one who preached to us and you never told us the truth. നിങ്ങൾ എന്നെ നേരെ വിളിച്ചുകൊണ്ട് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സഹോദര, ദൈവവചനം ഏറ്റവും അധികം താങ്കളാണ് എന്നോട് സംസാരിച്ചത്. ഈ സത്യം അന്ന് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല?
but I have told you the truth. നിങ്ങൾക്ക് ഒരു കാലം അങ്ങനെ പറയുവാൻ കഴിയുകയില്ല, കാരണം ആ സത്യം ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിരിക്കുന്നു. And what the Lord says is, കർത്താവ് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. verse 33, should not you have had mercy on your fellow slave as I had mercy on you? 31-ാമത്തെ വാക്യം, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലേ? And his Lord, moved with anger, handed him over to the torturers. യജമാനൻ കോപിച്ചിട്ട് അവനെ കടം തീർക്കുവോളം ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. Who are the torturers? ആരാണ് നമ്മെ ദണ്ഡിപ്പിക്കുന്നവർ? Today they are the demons. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അശുദ്ധാത്മാക്കളാണ്. My heavenly Father, verse 35, will do to you if you do not forgive your brother from your heart. 35-ാം വാക്യം യേശു കർത്താവ് തന്നെ പറഞ്ഞ വചനമാണ്. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. What will he do to you? അവൻ നിങ്ങളോട് എന്ത് ചെയ്യും? അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ hand you over to the demons. അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ നിങ്ങളെ ദണ്ഡിപ്പിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. They won't be able to come and possess you. ആ അശുദ്ധാത്മാക്കൾക്ക് വന്ന് നിങ്ങളെ ആവാഹിച്ച് കീഴടക്കുവാൻ കഴിയുകയില്ലായിരിക്കാം. Demons cannot come inside in a child of God. ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ കടന്നു വരുവാൻ പിശാചുകൾക്ക് കഴിയുകയില്ല. They can torture you from outside. എന്നാൽ പുറമേ നിന്ന് നിന്നെ ദണ്ഡിപ്പിക്കുവാൻ, ഉപദ്രവിപ്പിക്കുവാൻ പിശാചിന് കഴിയും. They can give you sicknesses. അശുദ്ധാത്മാക്കൾക്ക് നിങ്ങളെ രോഗമുള്ളവരാക്കുവാൻ കഴിയും. The first book written in the Bible is the book of Job. ദൈവത്തിലെ കാലക്രമം നോക്കിയാൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. He lived long before Moses, who wrote Genesis. ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയ്ക്ക് അനേക വർഷങ്ങൾ മുൻപ് ജീവിച്ചിരുന്ന ദൈവഭക്തനായിരുന്നു ഇയ്യോബ്. Job lived perhaps even before Abraham. അബ്രഹാമിന് മുൻപ് ഒരുപക്ഷെ ജീവിച്ചിരുന്ന ദൈവഭക്തനായ പുരുഷനായിരുന്നു ഇയ്യോബ്. And he wrote that book. That is the first book of the Bible. ഇയ്യോബിന്റെ പുസ്തകം അതുകൊണ്ട് ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ്. And in the first book of the Bible, ദൈവത്തിലെ ആ ആദ്യ പുസ്തകത്തിൽ തന്നെ chapter 2, രണ്ടാമത്തെ അധ്യായത്തിൽ we read that Satan could bring sickness into the body of a child of God. ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ ദൈവഭക്തനായിരിക്കുന്ന ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഗുണങ്ങൾ, പരുക്കൾ, രോഗം കൊണ്ടുവരുവാൻ പിശാചിന് കഴിഞ്ഞു. ദൈവത്തിന്റെ അനുവാദത്തോടെയാണ്, പക്ഷേ എങ്കിലും അവനത് കഴിഞ്ഞു. With God's permission. ദൈവത്തിന്റെ അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ പിശാച് അത് ചെയ്തു. What I want to tell you is Satan could bring sickness. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു വ്യക്തിയെ രോഗം കൊണ്ട് ദണ്ഡിപ്പിക്കുവാൻ പിശാചുക്കൾക്ക് കഴിയും. And when God hands you over to the torturers, you get sickness. ദൈവം അനുവദിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നാം വായിച്ചത് എന്താ? ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അശുദ്ധാത്മാക്കൾ നിന്നെ ദണ്ഡിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. And like in Job, he can bring financial problems also to you. യോബിന്റെ ജീവിതത്തിലുണ്ടായ സാമ്പത്തിക ഭൗതിക നഷ്ടങ്ങൾ പോലെ തന്നെ നിന്റെ ജീവിതത്തിലും നഷ്ടങ്ങൾ വരുത്തുവാൻ പിശാചുക്കൾക്ക് അനുവാദം കൊടുക്കും. Why do those things happen? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? Because you haven't forgiven somebody. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഇരിക്കുന്നു. വളരെ ഗൗരവമുള്ള കാര്യമാണ്. Many times I'm asked to pray for a sick person. പല സന്ദർഭത്തിലും രോഗികളായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. I always pray for them. ഞാൻ എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടാലും മടികൂടാതെ പ്രാർത്ഥിക്കാറുണ്ട്. I always ask them one question. ഞാൻ എന്നാൽ എല്ലാ സന്ദർഭത്തിലും രോഗികളായ വ്യക്തികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: Have you forgiven everybody who has harmed you? നിനക്ക് നേരെ ദോഷം ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈ നിമിഷത്തിൽ നീ ക്ഷമിച്ചവനാണോ? Have you asked forgiveness from everybody whom you have harmed? നീ ഏതെങ്കിലും തിന്മ, തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരോടും നീ ക്ഷമ യാചിച്ചിട്ടുണ്ടോ? That's all I want to know. എനിക്ക് അതിനൊരു ഉത്തരം നിശ്ചയമായും അറിയണം. Because I know that is the number one reason why there are so many sicknesses among believers. അതിന്റെ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? മറ്റു കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവമക്കൾ രോഗികളായിത്തീരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ക്ഷമിക്കാത്ത മനസ്സാണ്, ക്ഷമ ചോദിക്കാത്ത ഹൃദയമാണ്. Stories of numerous believers who were not healed with injections and tablets and everything, but were healed when they forgave somebody.
വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തിട്ടും രോഗസൗഖ്യം വരാത്ത നിരവധി പേരെ എനിക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ക്ഷമിക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ അവർ മനസ്സ് വെച്ച സമയത്ത് ദൈവം അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. God withdraws the torturers. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവരെ ദണ്ഡിപ്പിക്കുവാൻ ദൈവം അശുദ്ധാത്മാക്കളെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ദൈവം ആ അനുവാദം പിൻവലിക്കുന്നു, ദണ്ഡനം അവസാനിക്കുന്നു, ഈ വ്യക്തി പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നു. You know, there are 6 requests in the Lord's Prayer in Matthew chapter 6. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് 6 വ്യത്യസ്തങ്ങളായ അപേക്ഷകൾ നമുക്ക് കാണുവാൻ കഴിയും. Matthew 6 verse 9 onwards. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതലാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. Out of all those 6 requests, ഈ 6 പിതാവിനോടുള്ള അപേക്ഷയിലും Jesus took out one and emphasized it. 6 കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ അതിൽ ഒന്നെടുത്ത് യേശു ആവർത്തിച്ച് പറയുകയാണ്. Verse 14. അത് 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. You forgive men their transgressions, your Father will forgive you. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. If you don't forgive men, your Father will not forgive you. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. In the first 2 verses of chapter 5, it's made clear he was talking to his disciples. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വളരെ വ്യക്തമാക്കുന്ന കാര്യം ഇത് മറ്റാരോടുമല്ല, യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ച വചനങ്ങളാണ്. When he says your Father, that means you're already a child of God. നിങ്ങളുടെ പിതാവ് എന്ന് കർത്താവ് അവരോട് പറയണമെന്ന് വരിയിൽ അവർ സ്വർഗീയ പിതാവിന്റെ മക്കളായി കഴിഞ്ഞവരാണ്. He's not talking to worldly people. If we talk to worldly people, he'll say God won't forgive you. ലോകത്തിലെ മറ്റു മനുഷ്യരോടല്ല യേശു പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു പറയുമായിരുന്നു, ദൈവം, സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വർഗീയ പിതാവെന്നാണ് ദൈവത്തെക്കുറിച്ച് അവരോട് പറയുന്നത്. അവൻ നിങ്ങളുടെ പിതാവാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ആ പിതാവ് തന്നെ നിങ്ങളോട് ക്ഷമിക്കുകയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പാപക്ഷമ ലഭിക്കാതെ നീ മരണപ്പെട്ടാൽ ദൈവത്തിന്റെ ക്ഷമ ലഭിക്കാത്ത വ്യക്തിയായി നീ ലോകത്തിൽ നിന്ന് പോയാൽ, is there a chance for you to get forgiveness after you die? മരിച്ചു കഴിഞ്ഞ് പാപക്ഷമ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? Do you believe what the Roman Catholics believe? റോമൻ കത്തോലിക്ക സ്നേഹിതന്മാർ വിശ്വസിക്കുന്ന നിലയിൽ ഒരു ശുദ്ധീകരണവും പാപക്ഷമയും മരണാനന്തരം ലഭിക്കുമോ? No, we don't believe that. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല, നാം അത് വിശ്വസിക്കുന്നില്ല. What will be your state if you have not forgiven somebody and you die? ദൈവത്തിന്റെ ക്ഷമ ലഭിക്കാത്ത വ്യക്തിയായിട്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാത്ത ആളായിട്ട് നീ മരിച്ചാൽ നിന്റെ അവസാനം എന്താകും? I believe the words of Jesus. I don't know what you believe. നിങ്ങൾ എന്താണ് വിശ്വസിക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ യേശുവിന്റെ വചനങ്ങൾ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. Supposing I have been a believer 50 years. ഒരു 50 വർഷമായിട്ട് ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്നിരിക്കട്ടെ. Serve the Lord. ഞാൻ കർത്താവിനെ സേവിച്ച ഒരു ദൈവദാസനാണെന്നിരിക്കട്ടെ. Now I get so bitter against somebody now and don't forgive it. ഈ ദീർഘവർഷങ്ങൾ വിശ്വസ്തയോടെ ജീവിച്ചതിന് ശേഷം ഈ ജീവിത സായാഹ്നത്തിൽ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ മനസ്സില്ലാതെ കൈപ്പുള്ളവനായി ഞാൻ തുടരുകയാണ്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. I've been a believer 53 years. 53 വർഷം ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. I get very bitter against somebody and I don't forgive him. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയോട് മനസ്സിൽ കൈപ്പുള്ള വ്യക്തിയായി ക്ഷമിക്കുവാൻ ഞാൻ വിസമ്മതിക്കുന്നു. And tonight I die. ഇന്ന് രാത്രിയിൽ ഞാൻ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടാൽ where will this person go who has served the Lord for 53 years? 53 ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിച്ച ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി എവിടെ പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? You tell me. നിങ്ങൾ പറഞ്ഞാൽ മതി. Do you believe in the heathen teaching that God will take a scale and put the good deeds and bad deeds and decide where you go to heaven or hell? ലോകത്തിലെ വിവിധ മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ദൈവം ഒരു തുലാസിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെയും തിന്മകളെയും തൂക്കി നോക്കിയിട്ട് തൂക്കം കൂടുന്നിടത്തോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. 53 years serving the Lord. 53 വർഷം കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചു. The other side, one person he did not forgive. എന്നാൽ തുലാസിന്റെ മറ്റേ തട്ടിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം, ഒറ്റ വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല. Then he deserves to go to heaven. അപ്പോൾ ദൈവം തുലാസ് പിടിച്ച നീതിമാനായ ദൈവം തീരുമാനിക്കുമോ? Whether you know it or not, it is that Hindu teaching that many of you believe. ഇത് ഹൈന്ദവ ഇതര ചില മതങ്ങൾ പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ്. യേശുക്രിസ്തു ഇത് പഠിപ്പിച്ചില്ല. ഈ ചിന്തയുമായി നിങ്ങൾ മുന്നോട്ട് പോകരുത്.
I believe what Jesus said. യേശു പറഞ്ഞ വാക്കുകളാണ് ഞാൻ വിശ്വസിക്കുന്നത്. That if I die like that, I go to hell because there's no forgiveness after death. അങ്ങനെ ദൈവത്തിന്റെ ക്ഷമ ലഭിക്കാതെ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ക്ഷമ പിൻവലിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ മരിച്ചാൽ എനിക്ക് പിന്നെ ആശയ്ക്ക് വകയില്ല. Let me give you an Old Testament example. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം. In the Old Testament we read about David. പഴയ നിയമത്തിൽ നാം ദാവീദിനെ കുറിച്ച് വളരെ വിശദമായി വായിക്കുന്നുണ്ട്. Read one day his son Absalom rebelled against him and kicked him out of the throne. ഒരിക്കൽ തന്റെ മകനായിരുന്ന അബ്ശാലോം തനിക്കെതിരെ മത്സരിച്ച് ദാവീദിനെ പിതാവിനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി. And you read about it in 2 Samuel chapter 16. 2 ശമൂവേൽ 16 അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. And David was running away for his life. പ്രാണഭയത്തിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദാവീദ് അലഞ്ഞ് ഓടി നടക്കുകയാണ്. There was an old relative of the old king Saul called Shimei. ശിമെയി എന്ന പേരുള്ളതായിരിക്കുന്ന ആ രാജാവിന്റെ പഴയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. Verse 5 of 2 Samuel 16. 2 ശമൂവേൽ 16 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ് നാം ശിമെയിയെ കുറിച്ച് കാണുന്നത്. Cursed David and he threw stones at David. അവൻ ദാവീദിനെ ശപിക്കുകയും അവന്റെ നേരെ കല്ലുവാരി എറിയുകയും ചെയ്തു. And called him worthless fellow in verse 7. ശിമെയി രാജാവായിരുന്ന ദാവീദിനോട് അവനെ ശപിച്ചുകൊണ്ട് പറയുകയാണ്, രക്തപാതക, നീ നീച്ച പോ എന്നാണ് പറഞ്ഞത്. One of the king's soldiers said, let me go and cut off his head, verse 9. രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ 9-ാം വാക്യത്തിൽ അവനോട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് ഈ ചെല്ലിനെ അവനെ വെട്ടിക്കളയട്ടെ. David says no. രാജാവ് പറയുകയാണ്, ഒരു നാളും വേണ്ട. God has permitted him to curse me, let him do it. ദാവീദ് പറഞ്ഞു, ദാവീദിനെ ശപിക്കുകയെന്ന് ദൈവം ശിമെയിയോട് പറഞ്ഞിരിക്കുകയാണ്, അനുവാദം കൊടുത്തിരിക്കുകയാണ്, അവൻ ശപിക്കട്ടെ. But Absalom was killed and David came back to the throne. എന്നാൽ മത്സരിച്ചതായിരിക്കുന്ന സ്വന്തം പുത്രൻ അബ്ശാലോം കൊല്ലപ്പെടുകയും ദാവീദ് സിംഹാസനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. And now Shimei is scared. ഇപ്പോൾ ശിമെയിക്ക് ഭയമായി. So he comes running up to King David. അവൻ ദാവീദിന്റെ അടുക്കലേക്ക് കരുണയ്ക്കായി ഓടി വരുന്നു. Chapter 19 verse 18. 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. And he fell down before David. അവൻ രാജാവിന്റെ മുൻപാകെ കവിണ് വീണു. And says in verse 19, please don't remember what I said against you. Don't hold me guilty. യജമാനായ രാജാവ് യെരൂശലേമിൽ പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതേ, അടിയൻ പാപം ചെയ്തിരിക്കുന്നു. Again the soldier said, let me kill this fellow, verse 21. വീണ്ടും 21-ാം വാക്യത്തിൽ രാജാവിന്റെ ഭൃത്യൻ അബീശായി പറയുകയാണ്, യഹോവയുടെ അഭിഷേകത്തിനെ ശപിച്ച ഇവനെ ഞാൻ കൊന്നുകളയട്ടെ. He said to Shimei, verse 23, you will not die. ശിമെയിയോട് ദാവീദ് രാജാവ് പറയുകയാണ്, നീ മരിക്കുകയില്ല. And it says here, I swear in the name of God you will not die. ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തെ ചൊല്ലി ഞാൻ പറയുകയാണ്, നീ മരിക്കുകയില്ല. Verse 23. രാജാവ് അവനോട് സത്യം ചെയ്തു. 23-ാം വാക്യം. In 1 Kings chapter 2, David is dying. 1 രാജാക്കന്മാരുടെ 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദാവീദിന്റെ മരണകാലം അടുത്തതിനെ കുറിച്ച് And he's giving some closing instructions to Solomon. തന്റെ വിടവാങ്ങൽ സമയമായപ്പോൾ പുത്രനായിരിക്കുന്ന ശലോമോന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. Gives him some good instructions, walk in the ways of the Lord. തുടക്കത്തിൽ നല്ല ചില ഉപദേശങ്ങൾ കൊടുത്തു. യഹോവ ഭക്തിയുടെ വഴിയിൽ നീ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ച് നടക്കണം. One more thing. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു. You remember that Shimei, verse 8? 8-ാം വാക്യത്തില് മരണാസന്നനായിരിക്കുന്ന ദാവീദ് രാജാവായ ശലോമോനോട് പറയുകയാണ്, നീ ആ പഴയ ആ ശിമെയിയെ ഓർക്കുന്നില്ലേ? I swore that I will not kill him. യഹോവയുടെ നാമത്തിൽ അവനോട് ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് സത്യം ചെയ്തു. But you did not make that promise. പക്ഷേ മോനെ, നീ അങ്ങനെ ഒരു ശപഥമൊന്നും ചെയ്തിട്ടില്ലല്ലോ. You kill him. അതുകൊണ്ട് നീ വേണ്ടത് ചെയ്യണം. And see how he says it. Make sure, verse 9, his gray hair comes down with blood. 9-ാം വാക്യത്തിൽ പറയുകയാണ്, നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ, അവനോട് എന്ത് ചെയ്യണമെന്ന് അറിയാം. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. And the next verse. അടുത്ത വാക്യം, പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. Last words, and he died.
ദാവീദിന്റെ അവസാന വാചകമാണ് നമ്മൾ വായിച്ചത്. പിന്നെ ഒരു വാചകം പറയാൻ അവന് ശ്വാസമില്ലായിരുന്നു, അവൻ മരിച്ചു. Did he forgive Shimei? ശിമെയിയോട് അവൻ ക്ഷമിച്ചോ? Do you have to think about that? നിങ്ങൾ പറഞ്ഞാട്ടെ, അതിനെക്കുറിച്ച് ഒത്തിരി ആലോചിക്കേണ്ട കാര്യമുണ്ടോ? No. ക്ഷമിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? Is David in heaven today? ദാവീദ് സ്വർഗത്തിൽ ഇപ്പോ ഉണ്ടോ ഇല്ലയോ? What do you think? ആർക്കറിയാമല്ലേ? Why did Jesus call himself son of David? നിങ്ങൾക്ക് ചിന്താക്കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും യേശു തന്നെ വിശേഷിപ്പിച്ചത് എന്താ? ദാവീദിന്റെ പുത്രനെന്ന്. He is in heaven. നിശ്ചയമായിട്ടും ദാവീദ് സ്വർഗത്തിലാണ്. Why? എന്തുകൊണ്ടാണ്? Because in the old covenant there was no commandment that said you will not be forgiven if you don't forgive others. അതിന്റെ കാരണം പഴയ ഉടമ്പടിയുടെ കീഴില് നമ്മൾ ഇതുവരെയും ചിന്തിച്ച പുതിയ നിയമത്തിന്റെ ഒരു കൽപ്പനയില്ലായിരുന്നു. നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് ക്ഷമിക്കുകയില്ല എന്നുള്ള കൽപ്പന അന്ന് പ്രസക്തമല്ലായിരുന്നു. To whom more is given, more is required. പുതിയ നിയമത്തിന്റെ കീഴിൽ നമുക്ക് അധികം നൽകപ്പെട്ടിരിക്കുന്നു. നമ്മോട് ദൈവം ചോദിക്കുന്നതും വളരെ വലിയ നിലവാരമാണ്. Old Testament people were given 50 rupees, we are given 10 crores rupees. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് 50 രൂപയാണ് കൊടുത്തിരുന്നതെങ്കിൽ 50 കോടി രൂപ നമ്മെ ദൈവം ഏൽപ്പിച്ചതാണ്. അധികം ലഭിച്ചവരാണ് നാം. So today the standards are different. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ കീഴിലുള്ളതായിരിക്കുന്ന ജീവിതത്തിന്റെ നിലവാരം എത്രയും ഉന്നതമാണ്. Forgive others and you'll be forgiven. മറ്റുള്ളവരോട് ക്ഷമിക്കുക, അവരെ സ്വതന്ത്രരാക്കുക, ദൈവം നിങ്ങളോടും ക്ഷമിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗസ്ഥ പിതാവേ, help us to take these things seriously. ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.